ആയിട്ട് മലമ്പുഴയുടെ ഒഫീഷ്യൽ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ വിനോദ് കുമാർ, ടർണർ ടൈലിൽ സീനിയർ ഇൻസ്ട്രക്ടറായിട്ട് വർക്ക് ചെയ്യുന്നു. ഇന്നത്തെ വിഷയം ലൂബ്രിക്കൻ്റ് ആൻഡ് കൂളൻ്റ് എന്നതിലെ കൂളൻറ്റിനെ കുറിച്ചാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. കൂളൻ്റ് അല്ലെങ്കിൽ കട്ടിംഗ് ഫ്ലൂയിഡ്. ഒബ്ജക്റ്റീവ്സ്: വാട്ട് ഈസ് കട്ടിംഗ് ഫ്ലൂയിഡ്, ദ ഫങ്ഷൻ ഓഫ് കട്ടിംഗ് ഫ്ലൂയിഡ് ആൻഡ് ദെയർ അഡ്വാൻറ്റേജസ്, the properties of good cutting fluid, different types of cutting fluid. ഇത്രയും കാര്യങ്ങളാണ് നമ്മളിന്ന് ചർച്ച ചെയ്യാൻ പോകുന്നത്. കട്ടിംഗ് ഫ്ലൂയിഡ് ആൻഡ് ദ കോമ്പണൻസ് ആർ ദ സബ്സ്റ്റൻസ് യൂസ്ഡ് ഫോർ എഫിഷ്യൻറ്റ് കട്ടിംഗ് വൈൽ ഓപ്പറേഷൻ ടേക്ക് പ്ലേസ്. ഒരു കട്ടിംഗ് ഓപ്പറേഷൻ നടക്കുമ്പോൾ എഫിഷ്യൻസ് ആയിട്ടൊരു കട്ടിംഗ് നടക്കണമെങ്കിൽ നമുക്ക് കൂളൻറ്റിൻ്റെ ഉപയോഗം വളരെ പ്രാധാന്യമുള്ളതാണ്. ഫങ്ഷൻസ്: ഒരു കൂളൻറ്റിൻ്റെ ഫങ്ഷൻ എന്തൊക്കെയാണ് നമുക്ക് നോക്കാം. കൂൾ ദ ടൂൾ ആസ് വെൽ ആസ് ദി വർക്ക് പീസ്. ഒരു കട്ടിംഗ് ഓപ്പറേഷൻ നടക്കുമ്പോൾ ടൂളിനെയും വർക്ക് പീസിനെയും കൂളാകാൻ സഹായിക്കുന്നു. അതുകൊണ്ട് ടൂളിൻ്റെ ലൈഫ് നമുക്ക് കിട്ടുന്നതാണ്. ടു റെഡ്യൂസ് ദ ഫ്രിക്ഷൻ ബിറ്റ്വീൻ ദ ചിപ്പ് ആൻഡ് ദ ടൂൾ ഫേസ് ബൈ ലൂബ്രിക്കേറ്റിംഗ്. ടൂൾ ഫേസും മെറ്റൽ ചിപ്സും തമ്മിലുള്ള ഫ്രിക്ഷൻ ഒഴിവാക്കാൻ ലൂബ്രിക്കേറ്റിംഗ് ഉപയോഗിക്കാറുള്ളതാണ്. അതുമൂലം നമുക്ക് ഹയർ കട്ടിംഗ് സ്പീഡ് ചൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. ടു പ്രിവെൻറ്റ് ദ ചിപ്പ് ഫ്രം ഗെറ്റിംഗ് വെൽഡഡ് ടു ദ ടൂൾ കട്ടിംഗ് എഡ്ജ്. കട്ടിംഗ് സമയത്ത് കട്ടിംഗ് എഡ്ജ് ടിപ്പിൻ്റെ എഡ്ജിൽ ചിപ്പ് വെൽഡഡ് അല്ലെങ്കിൽ ഒട്ടി നിൽക്കാനുള്ള ചാൻസ് കൂടുതലുണ്ട്. അതും ഒഴിവാക്കാനും നമ്മൾ കട്ടിംഗ് ഫ്ലൂയിഡ് ഉപയോഗിക്കാറുണ്ട്. അതുമൂലം ചിപ്പ് പൊട്ടാതെ അല്ലെങ്കിൽ ഡാമേജ് ആവാതെ നമുക്ക് കട്ട് ചെയ്യാൻ പറ്റും. ടു ഫ്ലഷ് അവേ ദ ചിപ്സ്. ചിപ്പുകൾ പെട്ടെന്ന് ക്ലീൻ ചെയ്യാൻ പറ്റും. അതുകൊണ്ട് പരിസരം അല്ലെങ്കിൽ കട്ടിംഗ് ഏരിയ നമുക്ക് വൃത്തിയായിരിക്കും. ടു പ്രിവെൻറ്റ് കൊറോഷൻ ഓഫ് വർക്ക് ആൻഡ് ദ മെഷീൻ. വർക്കോ അല്ലെങ്കിൽ മെഷീനോ കൊറോഷൻ ഇല്ലാതെ അല്ലെങ്കിൽ നശിക്കാതിരിക്കാൻ പ്രിവെൻറ്റ് കട്ടിംഗ് ഫ്ലൂയിഡ് യൂസ് ചെയ്യാറുള്ളതാണ്. പ്രോപ്പർട്ടീസ് ഓഫ് എ ഗുഡ് കട്ടിംഗ് ഫ്ലൂയിഡ്. ഗുണങ്ങൾ, കട്ടിംഗ് ഫ്ലൂയിഡിൻ്റെ ഗുണങ്ങളാണ് നമ്മൾ പറയുന്നത്. എ ഗുഡ് കട്ടിംഗ് ഫ്ലൂയിഡ് ഷുഡ് ബി സഫീഷ്യൻ്റ്ലി സഫീഷ്യൻ്റായിട്ടില്ലെങ്കിൽ വിസ്കോസിറ്റി ഉള്ള കട്ടിംഗ് ഫ്ലൂയിഡെ നമ്മൾ സാധാരണ യൂസ് ചെയ്യണത്. ദ കട്ടിംഗ് ടെമ്പറേച്ചർ ടു കൂളൻറ്റ് ഷുഡ് നോട്ട് ക്യാച്ച് ഫയർ. കട്ട് ചെയ്യുന്ന സമയത്ത് ടെമ്പറേച്ചർ കൂടിയാൽ കൂളൻറ്റ് ഫയർ തീ കത്താൻ പാടില്ല. ഇറ്റ് ഷുഡ് ഹാവ് ലോ ടെമ്പറേച്ചർ, ലോ ഇവാപറേഷൻ റേറ്റ്. കട്ടിങ് സമയത്ത് ആവിയായി പോകുന്ന റേറ്റ് കുറവാക്കണം. ഇറ്റ് ഷുഡ് നോട്ട് ക്രൂഡ് ദ വർക്ക് പീസ് ഓർ മെഷീൻ. വർക്ക് പീസിനെയോ മെഷീനെയോ നശിപ്പിക്കാൻ പാടില്ല. ഇറ്റ് മസ്റ്റ് ബി സ്റ്റേബിൾ ആൻഡ് ഷുഡ് നോട്ട് ഫോം ഓർ ഫ്യൂം. കട്ടിങ് നടക്കുന്ന സമയത്ത് പുകയോ പതയോ നൊരോ ഉണ്ടാവാൻ പാടില്ല. ഇറ്റ് ഷുഡ് ബി നോട്ട് ക്രിയേറ്റഡ് എനി സ്കിൻ പ്രോബ്ലം ടു ദ ഓപ്പറേറ്റർ. യാതൊരു കാരണവശാലും ഒരു ഓപ്പറേറ്ററുടെ സ്കിൻ പ്രോബ്ലം ഉണ്ടാക്കാൻ പാടില്ല. ഇത്രയും കാര്യങ്ങളാണ് ഒരു നല്ല കട്ടിംഗ് ഫ്ലൂയിഡിൻ്റെ പ്രോപ്പർട്ടീസ്. ടൈപ്പ് ഓഫ് കട്ടിംഗ് ഫ്ലൂയിഡ്: സ്ട്രൈറ്റ് മിനറൽ ഓയിൽ, chemical solution or synthetic fluids, compounded or blended oil, fatty oil, soluble oil or emulsified oil such. ആദ്യമായിട്ട് സ്ട്രൈറ്റ് മിനറൽ ഓയിൽ. സ്ട്രൈറ്റ് മിനറൽ ഓയിൽ ആർ ദ കൂളൻസ് വിച്ച് ക്യാൻ ബി യൂസ്ഡ് അൺഡൈല്യൂട്ടഡ്. ഈ മിനറൽ ഓയിൽ അല്ലെങ്കിൽ ക്രൂഡ് ഓയിലിന് എടുക്കുന്ന ഇതിൽ അൺഡൈല്യൂട്ട് ചെയ്യാത്ത അല്ലെങ്കിൽ ഓയിലാണ് നമ്മൾ സ്ട്രൈറ്റ് മിനറൽ ഓയിൽ എന്ന് പറയുന്നത്. ഡിസഡ്വാൻറ്റേജ് ഉണ്ട് അതിന്. ടു ഗീവ് ഓഫ് എ ക്ലൗഡ് ഓർ സ്മോക്ക്. പുകയും അല്ലെങ്കിൽ സ്മെല്ലും അതിൽ കൂടുതലായിരിക്കും. ഇറ്റ് ഹാസ് എ ലിറ്റിൽ എഫക്റ്റ് ഓഫ് കട്ടിംഗ് ഫ്ലൂയിഡ്. ഒരു കട്ടിംഗ് ഫ്ലൂയിഡിൻ്റെ എഫക്റ്റ് കുറവായിരിക്കും. ഹെൻസ് സ്ട്രൈറ്റ് മിനറൽ ഓയിൽ ആർ പുവർ കൂളൻസ്. ഈ സ്ട്രൈറ്റ് മിനറൽ ഓയിൽ ഒരു
വളരെ മോശമായ കൂളൻ്റാണ്. കെറോസിൻ വിച്ച് ഈസ് ദ സ്ട്രൈറ്റ് മിനറൽ ഓയിൽ ഈസ് വൈഡ്ലി യൂസ്ഡ് ആസ് എ കൂളൻ്റ് ഫോർ മെഷീനിങ് അലുമിനിയം ആൻഡ് ഇറ്റ്സ് അലോയ്സ്. സാധാരണ സ്ട്രൈറ്റ് മിനറൽ ഓയിൽ കെറോസിനാണ് ഉപയോഗിക്കാറുള്ളത്. അത് അലുമിനിയം കട്ട് ചെയ്യുമ്പോഴാണ്. അതുപോലെ തന്നെ ചില അലോയ്സിനും നമ്മൾ കെറോസിൻ യൂസ് ചെയ്യാറുണ്ട്. സ്ട്രൈറ്റ് മിനറൽ ഓയിൽ കെറോസിൻ നമുക്കറിയാം, അതിൻ്റെ സ്മെല്ല് അതുപോലെ തന്നെ അതിൻ്റെ ബാക്കിയുള്ള പ്രവർത്തനങ്ങൾ നമുക്ക് അറിയാവുന്നതാണ്. Chemical solution or synthetic oil. These consist of carefully chosen chemicals in dilute solution with water. നമ്മൾ കെമിക്കൽസ് ഓയിൽ നമുക്കറിയാം, കെമിക്കൽസിൽ നിന്നും സെലക്ട് ചെയ്യുന്നത് കെയർഫുള്ളായിട്ടിരിക്കണം. എന്താ വെച്ചാൽ വാട്ടറുമായിട്ട് അല്ലെങ്കിൽ വെള്ളമായിട്ട് ഡൈല്യൂട്ട് ആവണ എന്ന് നമ്മൾ സെലക്ട് ചെയ്തെടുക്കണം. ദേ പ്രോസസ് എ ഗുഡ് ഫ്ലഷിംഗ് ആൻഡ് കൂളിംഗ് ആക്ഷൻ, ദ നോൺ കൊറോസീവ് ആൻഡ് നോൺ ക്ലോഗിങ് ആക്ഷൻ. ഒരു നല്ല ഫ്ലഷിംഗ് ആൻഡ് കൂളിംഗ്, പെട്ടെന്ന് ക്ലീൻ ചെയ്യാനും കൂൾ ചെയ്യാനും ആക്ഷനുകൾ പെട്ടെന്ന് നടക്കും. പക്ഷേ നോൺ കൊറോസീവ് അല്ലെങ്കിൽ ആൻഡ് നോൺ ക്ലോഗിങ്, കട്ട പിടിക്കുകയോ അല്ലെങ്കിൽ മെഷീനോ അല്ലെങ്കിൽ നശിപ്പിക്കുകയോ ചെയ്യാതെ സെലക്ട് ചെയ്യണം. ഹെൻസ് ദേ വൈഡ്ലി യൂസ്ഡ് ഫോർ ഗ്രൈൻഡിങ് ആൻഡ് സോയിങ്. ഇത് സാധാരണ യൂസ് ചെയ്യുന്നത് ഗ്രൈൻഡിങ് ആൻഡ് സോയിങ്, സോയിങ്ങിലും അല്ലെങ്കിൽ ഗ്രൈൻഡിങ് മെഷീനിലാണ് സാധാരണ ഈ കെമിക്കൽ സൊല്യൂഷൻ ഓയിൽ യൂസ് ചെയ്യാറുള്ളത്. ദേ ഡു നോട്ട് കോസ് ഇൻഫെക്ഷൻ ആൻഡ് സ്കിൻ ട്രബിൾ. ഇത് ഒരു സ്കിൻ പ്രോബ്ലം ഉണ്ടാകില്ല. ദേ ആർ ആർട്ടിഫിഷ്യലി കളേർഡ്. ഇതിന് നമ്മൾ ആർട്ടിഫിഷ്യലായിട്ട് കളേഴ്സ് നമ്മൾ കൊടുക്കുന്നതാണ്. ഇത്രയാണ് കെമിക്കൽ സൊല്യൂഷൻ്റെ പ്രത്യേകതകൾ. അടുത്തത് കോമ്പൗണ്ട് or blended oil. These oils are used automatic lathe. These oils are much cheaper and have more fluidity than the fatty oil. ഈ ഓയിൽ സാധാരണ ഓട്ടോമാറ്റിക് സ്ലേത്തുകളിൽ കൂൾ ചെയ്യാനാണ് യൂസ് ചെയ്യുന്നത്. കൂളൻറ്റിന് പകരം ഓയിൽ രൂപത്തിൽ ഉണ്ടാവുക. ഇത് ഏറ്റവും ചീപ്പ് റേറ്റ് ഓയിലായിരിക്കും. അതുപോലെ തന്നെ ഫാറ്റി ഓയിലിനെക്കാട്ടിയും കട്ടി കുറവായിരിക്കും. ഫാറ്റി ഓയിൽ എന്ന് പറഞ്ഞാൽ സാധാ വെജിറ്റബിൾ ഓയിലാണ് പറയുന്നത്. ഫാറ്റി ഓയിൽ, ലോഡ് ഓയിൽ ആൻഡ് വെജിറ്റബിൾ ഓയിൽസ് ആർ ഫാറ്റി ഓയിൽ. മൃഗങ്ങളുടെയോ അല്ലെങ്കിൽ വെജിറ്റബിൾസിൽ നിന്നും എടുക്കുന്ന ഓയിൽസിനെയാണ് ഫാറ്റി ഓയിൽ എന്ന് പറയുന്നത്. ദേ ആർ യൂസ്ഡ് ഓൺ ഹെവി ഡ്യൂട്ടി മെഷീൻ വിത്ത് ലെസ് കട്ടിംഗ് സ്പീഡ്. ഈ ഫാറ്റി ഓയിൽ ഉപയോഗിക്കുന്നത് ഹെവി ഡ്യൂട്ടി മെഷീൻസിലാണ് വിത്ത് ലെസ് കട്ടിംഗ് സ്പീഡ്, സ്ലോ കട്ടിംഗ് സ്പീഡുള്ള മെഷീൻസിലാണ്. ദേ ആർ ആൾസോ യൂസ്ഡ് ഓൺ ബെഞ്ച് വർക്ക് ഫോർ കട്ടിംഗ് ത്രെഡ്സ് ബൈ ടാപ്പ് ആൻഡ് ഡൈ. സാധാരണ ബെഞ്ച് വർക്കിൽ ചെയ്യുന്ന ടാപ്പ് ആൻഡ് ഡൈ, ഹാൻഡ് ടാപ്പ് ഡൈ ഉപയോഗിച്ച് ചെയ്യുന്ന വർക്കിൽ നമ്മൾ സാധാരണ യൂസ് ചെയ്യാറുള്ളതാണ്. നമ്മൾ സാധാരണ നമ്മൾ വർക്ക്ഷോപ്പിൽ ചെയ്യാറുള്ളത് ഈ ടാപ്പ് ആൻഡ് ഡൈ ചെയ്യുന്ന സമയത്ത് നമ്മൾ വെളിച്ചെണ്ണ അല്ലെങ്കിൽ അങ്ങനത്തെ സാധാരണ ഫാറ്റി ഓയിൽ യൂസ് ചെയ്യാറുണ്ട് വർക്ക്ഷോപ്പുകളിൽ. സോലിബിൾ ഓയിൽ ഓർ എമിലിഫൈഡ് ഓയിൽ. വാട്ടർ ഈസ് ദ ചീപ്പസ്റ്റ് കൂളൻ്റ് ബട്ട് ഈസ് നോട്ട് സൂട്ടബിൾ ബിക്കോസ് ഇറ്റ് കോസ് റസ്റ്റ് ഫെറസ് മെറ്റൽസ്. വാട്ടറാണ്, വെള്ളമാണ് ഏറ്റവും ചീപ്പസ്റ്റ് ആയിട്ടുള്ള കൂളൻ്റ്. അത് കൂൾ ചെയ്യാനും എല്ലാത്തിനും നല്ല കൂളൻ്റാണ്. പക്ഷേ നമുക്ക് ഫെറസ് മെറ്റൽ യൂസ് ചെയ്യാൻ പറ്റില്ല, പെട്ടെന്ന് തുരുമ്പിക്കും, മെഷീനാണെങ്കിലും വർക്കാണെങ്കിലും. ആൻഡ് ഓയിൽ കാൾഡ് സോലിബിൾ ഓയിൽ ഈസ് ആഡഡ് ടു വാട്ടർ വിച്ച് ഗെറ്റ്സ് എ നോൺ കൊറോസീവ് എഫക്റ്റീവ് വിത്ത് വാട്ടർ ഇൻ ദ റേഷ്യോ ഓഫ് അബൌട്ട് 1:20. ഇത് ഒഴിവാക്കാൻ നമ്മളൊരു സോലിബിൾ ഓയിൽ എന്നൊരു ഓയിൽ ഇതുവരെ മിക്സ് ചെയ്യും. അതിന് 1:20, 1 ലിറ്റർ സോലിബിൾ ഓയിലിന് 20 ലിറ്റർ വെള്ളം എന്ന കണക്കിൽ മിക്സ് ചെയ്താൽ ഈ കൊറോഷൻ ഒഴിവാക്കാൻ നമുക്ക് സാധിക്കും. ഇറ്റ് ഡിസോൾവ്ഡ് ഇൻ വാട്ടർ ഗിവിങ് വൈൽ മിൽക്കി സൊല്യൂഷൻ. ഇത് വെള്ളത്തിൽ അലിയുമ്പോൾ ഒരു മിൽക്കി സൊല്യൂഷൻ പോലെ അല്ലെങ്കിൽ ഒരു പാലിൻ്റെ നിറത്തിലുള്ള ഒരു സൊല്യൂഷനാണ് നമുക്ക് ലഭിക്കുക. സോലിബിൾ ഓയിൽ ഈസ് ജനറലി യൂസ്ഡ് ആസ് എ കട്ടിംഗ് ഫ്ലൂയിഡ് ഫോർ സെൻട്രൽ ലേത്ത് ഡ്രില്ലിംഗ് മെഷീൻ, മില്ലിംഗ് ആൻഡ് സോയിങ്. ഈ സാധാരണ സോലിബിൾ ഓയിൽ നമ്മൾ സാധാരണ വർക്ക്ഷോപ്പുകളിൽ യൂസ് ചെയ്യുന്നതാണ്. അത് ലേത്തിൽ, ഡ്രില്ലിംഗ് മെഷീൻ അല്ലെങ്കിൽ മില്ലിംഗ് മെഷീൻ ആൻഡ് സോയിങ് മെഷീൻ എല്ലാത്തിലും
ചീപ്പായിട്ട് യൂസ് ചെയ്യുന്നത് സോല്യുബിൾ ഓയിൽ ആണ്. താങ്ക് ഫോർ വാച്ചിങ്.